അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, മത്തങ്ങ ചെമ്മീൻ കറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയി കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. എന്നാൽ ശരി, നമ്മൾക്ക് സമയം കളയാണ്ട് തന്നെ നമ്മൾക്കിതൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാൻ മത്തങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് കൊണ്ടുവരാം. ഞാനെല്ലാം തന്നെ അതിൻ്റെ കുരുവും ഇതൊക്കെ കളഞ്ഞ് പുറംതൊളിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ ഞാൻ ഒരു 250 ഗ്രാമിൻ്റെ ചെമ്മീനാണ്. ആ ചെമ്മീനും ഞാൻ ഇട്ട് കൊടുത്ത്, ചെറിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾക്കിതൊന്ന് ഞാനൊരു 1/4 കപ്പ് വെള്ളവും ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളിയും അതേപോലെ 2 ചെറിയ ഉള്ളിയാണ് അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ 3 പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. നമ്മൾ കുക്കറിലിട്ട് നമ്മൾ മത്തങ്ങയും ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത രൂപത്തിൽ ഉടച്ച് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന് നമ്മളെ തേങ്ങൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങൻ്റെ കൂട്ടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി തേങ്ങ അരച്ച മിക്സിയിൽ ഒഴിച്ച് അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കട്ടിയായിട്ടാണ് നമ്മൾ കറി ഉണ്ടായാൽ അത് നല്ല കുറുകിയിട്ടാണ് വേണ്ടത്. നമ്മളതൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും 2 നമ്മൾ ഉണക്കമുളകാണ് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇളക്കാതെ തന്നെ നമ്മൾക്കിതൊന്ന് കുക്കറൊന്ന് അടച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. ഇങ്ങനെയൊക്കെ ചെറിയ ഉള്ളിൻ്റെയൊക്കെ നല്ല മണം എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മത്തങ്ങ ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനിയും ഞാനൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമലൈക്കും. താങ്ക് യു.